ഹായ് ഓൾ അസ്സലാമു അലൈക്കും. കിസിൽ കുസീനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഞാൻ ഇപ്പോൾ കാണിക്കുന്നുണ്ടത് കേങ്ങ് കാച്ചുന്നത്, നമ്മളെ കേങ്ങ് കാച്ചിയത്. അപ്പോൾ ഇത് പള്ളിക്ക് കൊടുക്കാനും വൈകുന്നേരം ഉണ്ടാക്കുന്നുണ്ടത്. അപ്പോൾ നബിദിനത്തിന് മുന്നേ ഉള്ളത് ഇത്. പള്ളിക്ക് ഞാൻ ഡെയിലി ഓരോരോ എന്തെങ്കിലും സ്നാക്സ് ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അതിന് മൗലൂദ് മഗ്‌രിബിന് ശേഷം മൗലൂദ് ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ ചീരണി കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കേങ്ങ് കാച്ചിയതും ചായയും ഞമ്മ കുടിക്കുന്നുണ്ട്. അപ്പോൾ ഞാനിത് കേങ്ങ് കാച്ചിയത് മൈദപ്പൊടിയിൽ ഫ്രൈ ആക്കുന്നത് അല്ല, ശരിക്കും ഇതാ കടലപ്പൊടിയിലാണ് നമുക്ക് ഹോട്ടലിൽ നിന്നെല്ലാം കിട്ടുന്ന കടലപ്പൊടിയിലൊക്കെ. അപ്പോൾ ഹോട്ടലിലും പൊടിയെന്നും പറയുന്നേ. അതിനുശേഷം ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട്. ചിക്കൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്, ചപ്പാത്തിയും ചിക്കൻ ഫ്രൈയും. പിന്നെ കറിയെന്ന് വെച്ചിട്ടാണ് ഹമ്മൂസാക്കാനൊക്കെ ടൗണിൽ പോകാനുണ്ടായിരുന്നു. അപ്പോൾ ടൗണിലെല്ലാം പോയിട്ട് വന്നിട്ട് പിന്നെ കറിയെല്ലാം ഉണ്ടാക്കുമ്പോൾ കുറേ ലേറ്റാവും. പിന്നെ നമുക്കൊരു വേറൊരു ഓർഡറും ഉണ്ട് പിറ്റേ ദിവസം കൊടുക്കാനുള്ള, ബഹ്റൈനിലേക്ക് കൊടുക്കാൻ, പിന്നെ പൊരി ഉണ്ടാക്കാനുണ്ട്. അപ്പോൾ അതിൻ്റെ കുറച്ച് പണിയുണ്ടതല്ലേ. അപ്പോൾ ഹമ്മൂസ് ആക്കുന്നുണ്ട്. ഹമ്മൂസ് പിന്നെ ഞാനാക്കിയതല്ല, മോനാക്കി. ഓനക്ക് ഈ ഹമ്മൂസ് ഗാർലിക് പേസ്റ്റ് പിന്നെ മയോണൈസ് അങ്ങനത്തെ എല്ലാം ഉണ്ടാക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പോൾ ഓനെന്നെ ഞാൻ വിടൽ. അപ്പോൾ ഇതെല്ലാം ആക്കിയിട്ട് അതിന് ശേഷം പൊരിയുണ്ടെല്ലാം ആക്കി, പൊരിയുണ്ട രാത്രി ആക്കിയിട്ടിട്ട് പിറ്റേന്ന് രാവിലെ ഇത് ഫ്രൈ ആക്കിയത്. രാത്രി ആക്കി പിന്നെ നമുക്കത് കുറേ നേരം തേങ്ങ വേവിച്ചിട്ടെല്ലാം വെക്കണ്ടല്ലോ. അപ്പോൾ പിന്നെ ലേറ്റായി. പിന്നെ ഞാൻ വിചാരിച്ച് രാവിലെ ഫ്രൈ ആക്കാമെന്ന്. അങ്ങനെ രാവിലെ ഇത് ഫ്രൈ ആക്കുന്നത്. രാവിലെ എണിച്ചിട്ട് ബ്രേക്ക്ഫാസ്റ്റ് എല്ലാം ആക്കിയിട്ടിട്ട് ഫ്രൈ ആക്കാൻ തുടങ്ങി. അപ്പോൾ അതിൻ്റെ ചൂടെല്ലാം മാറിയ ശേഷം ഇത് പാക്കാക്കുന്നുണ്ട്. വെയിറ്റെല്ലാം നോക്കിയിട്ട് ഇട്ട് കൊടുത്തിട്ട് പാക്കാക്കുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ വേറെ ഓർഡർ ഉണ്ടായത് കട്ട്ലറ്റും പിന്നെ ഉന്നക്കായും ഉണ്ടാക്കാനുണ്ടായിന്. അല്ല, ഉന്നക്കായ എൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് പിന്നെ അതുണ്ടാക്കിയിട്ടാണ്. പിന്നെ കട്ട്ലറ്റ് ഉണ്ടാക്കാനുണ്ടായിന്. അപ്പോൾ ഇതിൻ്റെ വെയിറ്റെല്ലാം നോക്കിയിട്ട് നമുക്ക് നോക്കിയിട്ട് അത് കുറഞ്ഞു പോകാൻ പാടില്ലല്ലോ, അധികം സാരമില്ല, കുറച്ച് കുറഞ്ഞെങ്കിൽ ബുദ്ധിമുട്ടല്ല. അങ്ങനെല്ലാക്കി സ്റ്റിക്കറെല്ലാം ഒട്ടിച്ച് അങ്ങനെല്ലാക്കി. പിന്നെ എനിക്ക് പിറ്റേ ദിവസം ഈവനിങ് ഇത് വേറെ ഉണ്ടായത് കട്ട്ലറ്റ് ഉണ്ടാക്കാൻ. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇത് പിന്നെ എനിക്ക് ഇത് പള്ളിക്ക് കൊടുക്കാൻ തന്നെ ഞാൻ കൽത്തപ്പം ഉണ്ടാക്കിയത്. അപ്പോൾ എനിക്ക് ഇന്നും കുറച്ച് ടൗണിൽ പോകാനുള്ള ആവശ്യമെല്ലാം ഉണ്ടായിന്. അപ്പോൾ ഇത് വൈകുന്നേരം എത്തിയിട്ടായിട്ട് അതിനെ ചൂട് തന്നെ എനിക്ക് ഉണ്ടാക്കിയിട്ട് മുറിക്കേണ്ട വന്ന്. അപ്പോൾ നല്ല ഇതുണ്ടായിന്. അപ്പോൾ അത്ര ഫിനിഷിങ് കിട്ടത്തില്ല മുറിക്കുമ്പോൾ. അതിന് ശേഷം ഇതാ കട്ട്ലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ കുറേ ആൾ ഡൗട്ട് ചോദിച്ചിന്. അപ്പോൾ ഞാൻ കട്ട്ലറ്റിൻ്റെ റെസിപ്പി മുന്നേ ഇട്ടിട്ടുണ്ട്. അത് പെർഫെക്റ്റായിട്ട് നമ്മൾ എങ്ങനെ ഉണ്ടാക്കുക, ചില ആൾക്ക് ഇതായിട്ട് പൊട്ടാറ്റോ ഇങ്ങനെ ഉരുളക്കിഴങ്ങെല്ലാം ഇതായിട്ടാകുമ്പോൾ അതിലൊരു സോഫ്റ്റ് ആകുന്നില്ല. അപ്പോൾ അതിൻ്റെയൊക്കെ വേണ്ടിയിട്ട് എങ്ങനെ നല്ല ഇതിൽ കിട്ടുമെന്ന് പറയും. അപ്പോൾ ഞാൻ അതിലേക്ക് ബ്രെഡ് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ പെർഫെക്റ്റ് റെസിപ്പി ഞാൻ അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. എല്ലാത്തിൻ്റെ റെസിപ്പി നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ കുറച്ച് താഴോട്ട് പോയാൽ മതി. പുതിയ പിന്നെ സബ്സ്ക്രൈബർക്ക് ചിലപ്പോൾ അത് കിട്ടില്ല. കുറച്ച് താഴോട്ട് പോയെങ്കിൽ എൻ്റെ റെസിപ്പിയെല്ലാം ഞാൻ എല്ലാത്തിൻ്റെയും സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഇതാക്കിയതിന്. വ്ളോഗിലാക്കുമ്പോൾ ചില ആൾക്ക് അത് കിട്ടുന്നില്ല, ചില ആൾ തേച്ച് നോക്കാതെ പോവും. അപ്പോൾ ഞാൻ അതിന് സെപ്പറേറ്റ് ആയിട്ട് തന്നെ വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഇതാ കട്ട്ലറ്റ് ഇതാക്കിയിട്ട് ഞാൻ ഈ കട്ട്ലറ്റ് ഉണ്ടാക്കിയിട്ടില്ല, മൈദയിൽ ഫസ്റ്റ് ഡിപ്പാക്കിയിട്ട് വെക്കും. അപ്പോൾ നല്ലൊരു കുറച്ച് ഉറപ്പ് കിട്ടും അത്. അതിന് ശേഷം മുട്ടയിൽ മുക്കിയിട്ട് പിന്നെ ബ്രെഡ് പൊടിച്ചയിൽ ആക്കിയിട്ട് നല്ല ഷേപ്പാക്കിയിട്ട് എടുക്കണം. നമ്മൾ ഉണ്ടാക്കുമ്പോൾ നല്ല ഷേപ്പിൽ കാണണം. പിന്നെ ഇങ്ങനെ കൊടുക്കുമ്പോൾ നമ്മൾ അതിൻ്റേതായ മട്ടത്തിൽ കൊടുത്തേക്ക് നമുക്ക് കൊടുക്കുമ്പോൾ ഒരു തൃപ്തി, ആ മേങ്ങുന്ന ആൾക്കൊരിതുണ്ടാവും. അങ്ങനെ ഇതാ ഞാൻ ഫ്രീസാക്കുന്നത് എങ്ങനെയെന്നെല്ലാം ചോദിച്ചത്. അപ്പോൾ ഈ ഷീറ്റ് ഒരു കവറില്ലേ, നമ്മൾ സാധാ കവർ മേങ്ങുന്ന ഷോപ്പിൽ നിന്ന് കിട്ടുന്ന, അതിനെ മുറിച്ചിട്ട് ഞാൻ അടിയിലേക്ക് വെച്ചിട്ടുണ്ട്. എന്നിട്ട് രാത്രി ഫ്രീസാക്കാൻ വെച്ച് രാവിലേക്ക് ഇതാക്കി. രാവിലെ എണിച്ചിട്ട് പിന്നെ ഇപ്പോൾ കുറേ ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. ഇതിൻ്റെ മുകളിലെല്ലാം ഉണ്ടെങ്കിൽ ഞാനിപ്പോൾ വേറൊരു ഷീറ്റ് പിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്ക് പിന്നെ ബാക്കി വെക്കില്ല, എന്തെങ്കിലും ഒട്ടിപ്പൊണ്ടാന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ കുറച്ചെല്ലാം സാരങ്ങൾ പക്ഷേ രാവിലെ എണിച്ചിട്ടുള്ളത് അപ്പോൾ തന്നെ അതിനെ സെപ്പറേറ്റ് ഒട്ടിപ്പിടിച്ചിട്ട് എല്ലാം ഉണ്ടെങ്കിൽ. അതിന് ശേഷം ഇതാ എല്ലാം പാക്കെല്ലാം ആക്കിയിട്ടായിട്ട് ഇത് ഉച്ചക്കേക്ക് കറി വെച്ചിന്. ചിക്കൻ ഒരു പുതിയൊരു കറി വെച്ചത്, നല്ല ടേസ്റ്റ് ഉണ്ടായിന്. വലിയ പണിയൊന്നും ഇല്ലാത്ത, ഉള്ളി വയറ്റാനൊന്നുമില്ലാത്ത കറി. അതെല്ലാം ആയിട്ട് ഉച്ചക്കത് വൈകുന്നേരം പാതിയിലെ കാച്ചുന്നുണ്ട് പള്ളിക്ക് കൊടുക്കാൻ. അപ്പോൾ ഇത് നബിദിനത്തിന് മുന്നേ തന്നെ. അപ്പോൾ ഇത് അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഇതുണ്ടായത് നബിദിനത്തിന് രാവിലേക്ക് പിന്നെ നെയ്യപ്പത്തിൻ്റെ ഓർഡർ ഉണ്ടായത്. അപ്പോൾ അത് കുറച്ചധികം തന്നെ രാവിലെ എണിച്ചിട്ട് അവർക്ക് 9 മണിയാകുമ്പോൾ കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ രാവിലെ എണിച്ചിട്ട് അതിൻ്റെ പണി തുടങ്ങിയത്. അപ്പോൾ നെയ്യപ്പലാക്കാൻ കുറച്ച് പണിയുണ്ടതല്ലേ.
ഹൈ ഫ്ലെയിമിലാക്കാൻ കഴിയില്ല, അങ്ങനെയെല്ലാം ഉണ്ടതുകൊണ്ട്. പിന്നെ ഞങ്ങളെ നെയ്യപ്പത്തിൻ്റെ റെസിപ്പി എന്ന് പറഞ്ഞെങ്കിൽ നമ്മൾ ഇതിലേക്ക് ചോറിടും, നല്ല സോഫ്റ്റ് ഉണ്ടാവും. ഇങ്ങനെ ഹാർഡായിട്ടുണ്ട് നെയ്യപ്പമല്ല. അപ്പോൾ എൻ്റെ ഫ്രണ്ടെല്ലാം ഇങ്ങനെ നെയ്യപ്പം എങ്ങനെയാണെന്ന് വെച്ചിട്ട്, അപ്പോൾ ഓർക്കൊരു ദുബൈയിൽ കഫ്തേരിയയിലുണ്ട്, ഓളെപ്പോൾ നേരാക്കി ചുട്ടങ്ങ് നേരാവല്ലായിട്ട് എൻ്റെ റെസിപ്പി ആക്കിയിട്ട് ഓളിപ്പോൾ ഓരോ കഫ്തേരിയയിലൊക്കെ ഓൾ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത്. ഭയങ്കര ഇഷ്ടപ്പെട്ടെന്ന് പറയുന്നത്, നല്ല ഇത് പോകുന്ന സെയിലാണെന്നെല്ലാം. പിന്നെ ഇത് പള്ളിയിൽ നിന്ന് അതെല്ലാം കൊടുത്ത്, പിന്നെ പള്ളിയിൽ നിന്ന് ഞങ്ങൾക്ക് ഇന്ന് നബിദിനത്തിൻ്റെ അന്ന് ചോറ് കിട്ടീന്, ഉച്ചക്കേക്കുള്ള ചോറും ബീഫ് കറിയെല്ലാം അത് കിട്ടീന്. അപ്പോൾ പിന്നെ അങ്ങനെ ഞാൻ നബിദിനത്തിന് അന്ന് ഓർഡറൊന്നും എടുത്തിട്ടുണ്ടായിട്ട്, ഇത് രാത്രി എൻ്റെ ഉമ്മാൻ്റെ ഊരെല്ലാം വന്നിട്ടുണ്ടായി. അപ്പോൾ ഞാൻ രാത്രി അങ്ങോട്ട് ബെല്ലാക്കടപ്പുറമല്ലോ മീന പീസ് അങ്ങോട്ടെല്ലാം ഭയങ്കര ഡെക്കറേഷൻ ആക്കിയിട്ടുണ്ടായിന്, അത് നോക്കേണ്ടത് തന്നെ. അപ്പോൾ നമ്മൾ അങ്ങോട്ട് എല്ലാവരും കൂടിയിട്ട് അങ്ങോട്ടെല്ലാം പോയി. പിന്നെ നമ്മളവിടെ ജാതി ഉണ്ടായിരുന്നത് പിറ്റോസം, ഇവിടെ അറിയോ കോട്ടിക്കുള ഈ സൈഡ് നമുക്ക് പിറ്റോസാണ്. അത് വെള്ളിയാഴ്ച പിന്നെ ലേറ്റാ പള്ളിക്കെല്ലാം ബുദ്ധിമുട്ടാകുന്നില്ലെങ്കിൽ ഞങ്ങളെ ഒരു പള്ളീൻ്റെ മദ്രസിൻ്റെ ജാതിയല്ല, 4-5 മദ്രസ് ഒന്നിച്ചിട്ടുള്ള ജാതിയാണ്. അപ്പോൾ കുറേ നടന്നിക്കുമ്പോൾ കുറേ ലേറ്റാകും, 1 മണിയെല്ലാം എല്ലാം തീരാനും വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ പിറ്റോസാക്കിയത്. അപ്പോൾ ഇത് രാത്രി നമ്മൾ ഇതെല്ലാം നോക്കിയിട്ട് വന്നിട്ടായിട്ട് പിന്നെ കിടന്ന് പിറ്റേ ദിവസം രാവിലെ 8 മണിയെല്ലാം കഴിഞ്ഞിന് ജാഥ 8-9 മണിയെല്ലാം അതിനും തോന്നി ജാഥ തുടങ്ങിയിട്ട്. എന്നിട്ട് നമ്മൾ പിന്നെ പാലക്കുന്നിൽ പോയിട്ട് നോക്കിയത്. അപ്പോൾ ഇതെല്ലാം നോക്കാൻ പോകുമ്പോൾ നല്ലൊരു രസമല്ല ഇങ്ങനെയെല്ലാം ഇപ്പോൾ ഫുള്ള് ലൈറ്റെല്ലാം ആയിട്ട് കാണുമ്പോൾ. പക്ഷേ ചില ആൾ പറയുന്നത് ഇത് പാടില്ല എന്ന്, നബി മരിച്ച ദിവസവും ഇങ്ങനെ ചെയ്യാൻ പാടില്ല അതെല്ലാം പറയുന്നുണ്ട്. അതിനെപ്പറ്റിയിരുന്ന് നമുക്കറിയില്ല, നമ്മൾ പണ്ടേ ഇതേ പഠിച്ചത്. പിന്നെ ഇപ്പം നമ്മൾ ഇപ്പം ആ നബീൻ്റെ നബിദിനം കഴിക്കുന്നുണ്ട്. പിന്നെ ബാക്കി നമുക്കറിയില്ല, അള്ളാൻ്റെ അടുത്ത് ബാക്കിയെല്ലാം. അങ്ങനെ ഫുള്ള് ഇതാക്കിയിട്ട് എല്ലാം കണ്ടിട്ട് പിന്നെ എല്ലാം നോക്കിയിട്ടെല്ലാം വന്നപ്പോൾ ഇച്ചാൻ്റെ ഓറും പിന്നെ എൻ്റെ 3 ആങ്ങളുടെ ഓളും എല്ലാവരും ഉണ്ടായിന്. എന്നിട്ട് ഒരാങ്ങളുടെ ഓള് പിന്നെ എൻ്റെ പുരയിൽ നിന്ന് രാവിലെ ചെറിയ പിള്ളേർക്ക് അവർക്ക് ജാതക നോക്കാൻ പോകണമെന്നെല്ലാം പറഞ്ഞിട്ട്. പിന്നെ വേറെ എന്ത് വിശേഷമല്ലോ. അപ്പോൾ ഇത് നമ്മളെ കോട്ടിക്കുളത്തോറെ ഒരു ക്ലബിൻ്റെ ഇതുണ്ടായത്. അപ്പോൾ ഇത് ഭയങ്കര ഇതായിന്, വൈറലായിന് ഈ ഒരു വീഡിയോ. പാലക്കുന്ന് ഇത് അമ്പലത്തിൽ സെല്യൂട്ടാക്കുന്നുണ്ടായിന്. അപ്പോൾ അത് ഫുള്ള് ഇൻസ്റ്റാലും എല്ലായിട്ട് വൈറലായിട്ടുണ്ടായിന്. കുറേ ആൾക്കെല്ലാം കണ്ടിട്ടുണ്ടാവും, ന്യൂസിലെല്ലാം വന്നിന്. അപ്പോൾ അതൊരു പിന്നെ ഒരു ചെക്കനും എൻ്റെ അച്ഛൻ്റെ ഷോപ്പിൽ നിന്ന് ഇരുന്നിട്ടാകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് ഇത് കണ്ടിട്ടാകുമ്പോൾ ഒരു ഇതുണ്ടാവുമല്ലോ എല്ലാവർക്കും, അതിൽ സല്യൂട്ടാക്കുമ്പോൾ. അപ്പോൾ അത് കണ്ടിട്ട് ഓരോരുത്തത്. അപ്പോൾ അത് ഭയങ്കര വൈറലായിനവ. പിന്നെ അങ്ങനെ വലിയൊരു ജാഥ ഉണ്ടായത്. അത് ആടെ നമ്മളെ കൂട്ടിക്കുള്ളൂ എന്ന് പറഞ്ഞെങ്കിൽ വലിയ ജാഥ, ഒരു മദ്രസിൻ്റെ അല്ല, സെപ്പറേറ്റ് പോലല്ല, അത് എല്ലാ മദ്രസും ഒന്നിച്ചിട്ടായിട്ട് പോയത്. അപ്പോൾ അതിന് ശേഷം എനിക്കിത് ചിക്കൻ ട്രയാങ്കിളിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ചിക്കൻ ട്രയാങ്കിൾ, മുട്ടമാല, പിന്നെ ഉന്നക്കായി, അങ്ങനത്തെ എല്ലാം ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ചിക്കൻ ട്രയാങ്കിൾ സ്റ്റീമാക്കാൻ വെച്ചിട്ടുണ്ട്. ഇത് മുട്ടമാലൻ്റെ ഇത് ഞാൻ ഈ ഒരു ബോട്ടിലിൽ മുട്ടമാല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുറേ ആൾ ചോദിച്ചിന്, അപ്പോൾ ഡൗട്ട് ഉണ്ട് ആൾക്ക്, അത് ഈ ഒരു പിന്നെ പ്രില്ലിൻ്റെ ലിക്വിഡ് കിട്ടുന്നില്ലേ, അത് ആ ഒരു ഇത് ഈ ഹോൾസെല്ല നല്ല കറക്റ്റായിട്ട് വരും നമുക്ക്, ആ ഒരു ചെറിയൊരു നേരിയതായിട്ട്. അപ്പോൾ ഇങ്ങനത്തെ ആരും കിട്ടുന്നുണ്ടെങ്കിൽ കളയണ്ട, മുട്ടമാലെല്ലാം ആക്കുന്ന ആളുണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ നമ്മൾ സാധാ വെള്ളത്തിൻ്റെ ബോട്ടിൽ ആണിനോട് ഹോൾസാക്കിയാൽ മതി. അപ്പോൾ ഇത് നമ്മൾ ചിക്കൻ ട്രയാങ്കിളെല്ലാം റെഡി ആയിട്ടുണ്ട്. ചിക്കൻ ട്രയാങ്കിൾ ഫ്രോസൺ ആക്കാൻ വെച്ചിട്ടുണ്ട്, മുട്ടമാല റെഡി ആയി. അപ്പോൾ എല്ലാം പാക്കാക്കിയിട്ട് ഡെലിവറി ആക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ മുട്ടമാലൻ്റെ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ പിന്നെ അത് ഇങ്ങനെ വിചാരിക്കണ്ട, നമ്മൾ ഇത് ലിക്വിഡിൻ്റെ അല്ല, പക്ഷേ അമ്മ അതേ പാത്രം അതിൽ തന്നെയല്ല പാത്രം പോകുന്നത്, അത് നല്ല ക്ലീൻ ആക്കിയിട്ട് എടുത്താൽ മതി. അതിന് ശേഷം ഒരു കുറച്ച് വലിയ ഓർഡർ തന്നെ ഉണ്ടായിന് സമൂസൻ്റെ. അപ്പോൾ ഞാൻ ഫ്രീസാക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് മുകളിൽ വെച്ചിട്ടുണ്ടല്ലോ എന്ന് വിചാരിക്കും നിങ്ങൾ. മുകളിൽ വെച്ചെങ്കിൽ പ്രശ്നമില്ല, പക്ഷെ ഒരു 3-4 മണിക്കൂർ കഴിയുമ്പോൾ അതിനെ എടുക്കണം അത് സെപ്പറേറ്റ് ആക്കിയിട്ട്. അപ്പോൾ രാത്രി ഞാൻ എന്താക്കിയെന്ന് പറഞ്ഞെങ്കിൽ രാത്രി കിടക്കാവുന്ന സമയത്ത് വെച്ചിരുന്നത്. അപ്പോൾ രാവിലേക്ക് എടുത്ത് പിന്നെ കട്ട്ലറ്റും അങ്ങനെ പിന്നെ ഉണ്ടാക്കിയിട്ട് നല്ല പെട്ടെന്ന് ഇത് നമ്മൾ സെപ്പറേറ്റ് ആക്കിയെങ്കിൽ ഒരു പ്രശ്നമാകുന്നില്ല. അതിന് ശേഷം പിന്നെ ഉണ്ടായത് മോമോസിൻ്റെ. അപ്പോൾ മോമോസ് ഉണ്ടാക്കുന്ന കാണിക്കണോ അതിൻ്റെ അച്ചിലുണ്ടാക്കുന്നതാണെന്ന് ചോദിച്ചാൽ അച്ചിലൊന്നുമല്ല, നമുക്ക് ഇങ്ങനെ പരത്തിയിട്ട് പിന്നെ നമുക്ക് സാരിക്കെല്ലാം ഞെറിയിടുന്നില്ലേ,
ഞെറിയിടും പോലെ ഇതുപോലെ ഞെറിയിട്ടുകൊണ്ട് പോയാൽ മതി. ഇത് ഫസ്റ്റ് ആകുമ്പോൾ അത്ര ഷേപ്പൊന്നും ഉണ്ടാവില്ല, പക്ഷേ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നല്ലത് ഈ ഒരു ഷേപ്പിൽ, ഞാൻ ഈ ഒരു ഷേപ്പിൽ തന്നെ കുറേ തരം ഷേപ്പ് ആക്കലില്ല, ഈ ഒരു ഷേപ്പിൽ തന്നെ നല്ല പാങ്ങിൽ കിട്ടുന്നത്. അപ്പോൾ ഇത് കമൻറ്റിൽ ചോദിച്ച ആൾക്ക് ഇതുപോലെയാണ് മോമോസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇങ്ങനെ അറിയുന്നില്ല എന്ന് വിചാരിച്ചിട്ട് മോമോസ് ഉണ്ടാക്കാതെ കണ്ട ഫസ്റ്റ് എനിക്കും അറിയുന്നുണ്ടായിട്ടാ. നമ്മൾ ഉണ്ടാക്കിയിട്ടാകുമ്പോൾ നല്ല ഷേപ്പായിട്ട് വരുന്നത്. നമ്മൾ ഓയിലെല്ലാം അതിൻ്റെ തന്നെ അച്ചിലെല്ലാം ഉണ്ടാക്കിയ പോലെ തന്നെ നല്ല പാങ്ങെല്ലാം ഉണ്ടാക്കും. പിന്നെ ഇത് ഫില്ലിങ് വെക്കുമ്പോൾ കുറച്ച് അധികം ആവാനൊന്നും പാടില്ല. എന്താ പറഞ്ഞെങ്കിലല്ല അതിൻ്റെ വെള്ളം പുറത്തേക്ക് വന്നിട്ട് അതിന് ഒട്ടിക്കുമ്പോൾ എല്ലാം ബുദ്ധിമുട്ടാണ്. അപ്പോൾ നോക്കിയിട്ട് അതിൻ്റെ അത്ര തന്നെ ഫില്ലിങ് എത്ര വേണ്ട അത്ര കൂടുതലായപ്പോഴെങ്കിൽ എടുക്കണം. അപ്പോൾ അതിലെന്തെങ്കിലും പുറത്ത് വരും. അപ്പോൾ ഇതാ നമ്മളെ മോമോസ് ഉണ്ടാക്കുന്നതും മനസ്സിലായില്ല. പിന്നെ മോമോസിൻ്റെയും റെസിപ്പി ഇട്ടിട്ടുണ്ട്, എല്ലാത്തിൻ്റെയും ഞാൻ റെസിപ്പി ഇട്ട് ഒരുവിധമെല്ലാം റെസിപ്പി ഇട്ടിട്ടുണ്ട്. പിന്നെ കോഴിയുടെ എൻ്റെ റെസിപ്പി ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷേ ഈ ഒരു എൻ്റെ ചാനലിലില്ല. അത് എനിക്ക് വേറൊരു ചാനലുണ്ട്, സനാസ് റെസിപ്പീസ് എന്ന് പറഞ്ഞിട്ട്. അത് ഞാൻ കുറേ കൊല്ലമായിട്ട് മുന്നേ തുടങ്ങിയത്, 7-8 കൊല്ലമായി തോന്നുന്നു. അപ്പോൾ അതിൽ എല്ലാ റെസിപ്പീസും അതിലും ഉണ്ട്, എൻ്റെ കയ്യിലുണ്ട്. അത് ഞാൻ ഉണ്ടാക്കുന്നതല്ല, ഞാൻ സെയിൽ ചെയ്യുന്നതല്ല, ബാക്കി എല്ലാ കറിയും പുഡിങ് അങ്ങനത്തെ തന്നെല്ലാം. പിന്നെ അതിന് ശേഷം ഉന്നക്കായി എല്ലാം ഉണ്ടാക്കി എല്ലാം ഫ്രോസൺ ആക്കി പിന്നെ അതാ പാക്കാക്കുന്നുണ്ട് എല്ലാം. പിന്നെ കുറച്ച് അധികം തന്നെ ഉണ്ടതുകൊണ്ട് ഈ 2 പാക്കെല്ലാം ആക്കിയിട്ട് കൊടുത്തത്. അപ്പോൾ അൽഹംദുലില്ല ഇന്ന് ഓർഡറെല്ലാം ക്ലിയറായി, എല്ലാം ഇതുപോലെ ഡെലിവറി ആക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരുപാട് ആൾ എൻക്വയറിക്ക് വിളിക്കുന്നുണ്ട്. ഓർക്ക് ഇങ്ങനെയെല്ലാം തുടങ്ങണോ, ഇതെല്ലാം കണ്ടിട്ടാകുമ്പോൾ ഒരു സന്തോഷമാണ്, ഞങ്ങൾക്കും ഇങ്ങനെ തുടങ്ങണം, എല്ലാത്തിൻ്റെ റേറ്റും റെസിപ്പിയും എല്ലാം ചോദിച്ചിട്ട്. അപ്പോൾ റെസിപ്പി എല്ലാത്തിൻ്റെയും ഞാൻ അതിലിട്ടിട്ടുണ്ട്, ഞാൻ സെയിൽ ചെയ്യുന്നതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനത്തെ പിന്നെ അങ്ങനെ നോക്കിയാൽ മതി. റേറ്റെല്ലാം എന്നോട് ഡൗട്ടെല്ലാം ചോദിക്കാൻ വിളിച്ചെങ്കിൽ ഒരു പ്രശ്നമില്ല, ഞാനെല്ലാം പറഞ്ഞു തരും. പിന്നെ ഇത് രാത്രിയിലേക്ക് ഞാനത് നല്ലൊരു അടിപൊളി കടലക്കറി ഉണ്ടാക്കി, നല്ല ടേസ്റ്റ് ഉണ്ടായി. അപ്പോൾ റെസിപ്പി ഞാൻ മറ്റേ ചാനലിൽ ഇടുന്നുണ്ട്. ഇത് അപ്പോൾ പൂരിക്കും ചപ്പാത്തിക്കും പിന്നെ പൊറോട്ടക്കെല്ലാം നല്ല ഭയങ്കര ടേസ്റ്റാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി. അപ്പോൾ ഞാനിത് മറ്റേ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ സനാസ് റെസിപ്പീസ് അതിൻ്റെ ആ ചാനലിൻ്റെ ഇത്. അപ്പോൾ വേണമെങ്കിൽ ഞാൻ ലിങ്ക് ഇടാം നിങ്ങൾക്ക്. അതിൽ കറിയെങ്കിൽ എല്ലാത്തരം ഉണ്ടാവും, എല്ലാത്തരം ഫുഡ് അതിലുണ്ടാവും. അപ്പോൾ ഇതിൽ ഞാൻ അങ്ങനത്തെ ഒന്നും റെസിപ്പിക്ക് ആവശ്യമില്ലാത്ത എൻ്റെ ബിസിനസ്സിൻ്റെ ഇത് മാത്രം ഞാൻ ഇടുന്നത്. ഇതില്ലെങ്കിൽ എല്ലാത്തിലും ഇത് ചക്കക്കറി ആണ്ടാലിയിട്ട് ഒന്നാകെ ഇട്ടിട്ട്. അപ്പോൾ ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്ര തന്നെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അതുവരെ ടാറ്റാ.